ബസ് സ്റ്റാൻഡിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ ചിലപ്പോൾ കാണാൻ പറ്റും. ചിലപ്പോൾ നട്ടുച്ചക്കാവാം, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ചില കുട്ടികൾ അവിടെ ഇവിടെ തട്ടിത്തെറിച്ച് അവിടെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അതിനെല്ലാവരും ഒഴിഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് കടകളുടെ ചെരുവുകൾ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ തന്നെ മറവുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർ യൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ആരെങ്കിലും വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടോ അതൊരു സ്പോട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവർക്കൊരു പബ്ലിക്കലി ഇങ്ങനെ ചെയ്യുന്നതിനും അവർക്ക് പ്രശ്നമില്ല. മറ്റുള്ളവർ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതോ അതൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് അവർ പോകുന്നത് കണ്ടാൽ നമുക്കൊന്നും, കപ്പിൾസ് പോലും അങ്ങനെ നടന്നു പോകുന്നുണ്ടാവില്ല. കൈയൊക്കെ പിടിച്ച് ശരിക്കും കൂളായിട്ട് നടക്കുന്നുണ്ടാവും. അവരെ വിചാരം ഇത് അവർ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെ അവർ റിലേറ്റബിൾ ആയിട്ടുള്ള ആരും അവിടെ ഇല്ല എന്നാണ്. പക്ഷേ ഒരു സമൂഹം അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. സത്യത്തിൽ അവർക്ക് ഇത് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പറയാൻ പേടിയാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് പറയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതി പറയാൻ പോയ ആളായിരിക്കും പിന്നെ അവിടെ പ്രതിയായിട്ട് മാറുക. ഇത്തരം സന്ദർഭങ്ങൾ, ഇത്തരം സിറ്റുവേഷൻ നമ്മളെ മുന്നിൽ നമ്മൾ ഒരുപാട് കാണും. പക്ഷെ നമ്മൾ കണ്ണടച്ച് മാറിപ്പോരും. കാരണം എന്തിനാ നമ്മൾ നേരെ പോയിട്ട് പണി വാങ്ങി വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. അപ്പം നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നമ്മളെ മക്കളെ തെറ്റിലേക്ക് വിടാണ്ടേ നമ്മളെ കുട്ടികളെ മാക്സിമം നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുനടക്കുക.